ഇറ്റ്സ് മീ ഹൽദ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഞാനൊരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് റിലേറ്റഡ് ടു സ്റ്റഡി ഇൻ സ്വീഡൻ. സോ അത് ആൻസർ ചെയ്യാണ്. പ്ലസ് ഇൻസ്റ്റഗ്രാമിലും കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യും. ഓൾസോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ടൈം സ്റ്റാമ്പ് നോക്കിയാൽ നാവിഗേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെന്താ, സ്വീഡൻ റിലേറ്റഡ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആ വക വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ് വെച്ചാൽ ഡെഫിനറ്റ്ലി കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദിസ് ചാനൽ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്, ആർ ദർ എനി ഡ്രോബാക്സ് ഇൻ ടേക്കിംഗ് 1 year കോഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് എ 2 year കോഴ്സ് എന്നുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ യെസ്, 1 year കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് 1 year ആണ് കിട്ടുക. പ്ലസ് അഡീഷണൽ ആയിട്ട് ഒരു 1 year ജോബ് സീക്കിംഗ് വിസ, ടോട്ടൽ 2 years കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ 2 year കോഴ്സ് എടുക്കുകയാണെങ്കിൽ 2 വർഷം നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആയിട്ടും പ്ലസ് 1 year ജോബ് സീക്കിങ്ങിനും കിട്ടും. ടോട്ടൽ 3 years കിട്ടും. അപ്പം ടൈം കൂടുന്നതിനനുസരിച്ച് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റിയും കൂടാണ് അല്ലേ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു 1 year കോഴ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടില്ല അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്നുള്ള ഫ്രണ്ട്സ് ഉണ്ട് 1 year കോഴ്സ് എടുത്തിട്ട് ജോലി കിട്ടിയിട്ടുള്ളത്. സോ അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഒരു 1 year കോഴ്സ് എടുക്കുമ്പോൾ ഒരു പ്രോ സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് കുറവായിരിക്കും. കാരണം ഒരു വർഷത്തെ കോഴ്സ് അല്ലേ, കോസ്റ്റ് ഓഫ് ലിവിങ് കുറവായിരിക്കും എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം എന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക 2 year കോഴ്സ് എടുക്കാനാണ്. അതിന് വേറെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ 2 year കോഴ്സ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾ ആ കോഴ്സ് പഠിക്കും. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നോളജ് ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു പ്ലീസ് ടെൽ അബൌട്ട് ദ കോഴ്സ് യു വർ സ്റ്റഡിങ്, വുഡ് യു സേ ഇറ്റ്സ് ചാലഞ്ചിങ്? ഞാൻ പഠിച്ചിട്ടുള്ളത് സസ്റ്റൈനബിൾ എനർജി എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ നാട്ടിൽ ബാച്ചിലേഴ്സ് ചെയ്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അതിന്റെ ഒരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നമുക്ക് ലാസ്റ്റ് ഇയർ ഒക്കെ പഠിക്കാനുള്ള റിന്യൂവബിൾ എനർജി അങ്ങനത്തെ കുറേ കോഴ്സസ് ഉണ്ട്, കുറച്ചും കൂടി തിയററ്റിക്കൽ ആയിട്ടുള്ള കോഴ്സസ്. അതൊക്കെയായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഞാനൊരു മാസ്റ്റേഴ്സ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഓക്കെ എനർജി റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സസ്റ്റൈനബിൾ എനർജി എഞ്ചിനീയറിംഗിലേക്ക് എത്തുന്നത്. ഇവിടെ വന്നിട്ട് ഈവൻ ദോ യൂറോപ്യൻ സ്റ്റൈൽ ഇൻഡിപെൻഡന്റ് ലേണിംഗ് എന്നൊക്കെ പറയുമെങ്കിലും കുറേ ഗ്രൂപ്പ് ഡിസ്കഷൻസും ക്രിറ്റിക്കൽ തിങ്കിങ്ങും ആ വക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കുന്നതിൻ്റെ PDF, ലെക്ചർ സ്ലൈഡ്സ് ഇതെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ കുറേ അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല. കുറേ എല്ലാ മെറ്റീരിയൽസും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയാൽ വലിയ പ്രശ്നമില്ലാതെ അടിപൊളിയായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ്. സോ യെസ്, ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. ഒരു വേറെ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ സ്റ്റൈലാണ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാനൊരു ഭാഗ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ തന്നെയാണ് ഞാൻ പറയുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നോട് ചോദിച്ചാൽ 2 years ഇവിടെ വന്നത് വേർത്ത് ഇന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി അവേഴ്സ് ഓഫ് ക്ലാസ്സസ് ഡു യു യൂഷ്വലി ഹാവ് ഇൻ എ വീക്ക്? സോ ഇപ്പം ഞാൻ എൻ്റെ ജൂനിയേഴ്സിനോടൊക്കെ ചോദിച്ചപ്പം അവർക്ക് അധികവും 10 to 15 hours ആണ് വീക്ക്ലി ക്ലാസ്സസ് ഉള്ളത്. അതിൽ ചിലപ്പോൾ അവർക്ക് തേഴ്സ്ഡേസ് ഒക്കെ ഫ്രീ ആയിട്ടും കിട്ടാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ സമയത്ത് ഞാനിവിടെ ടൈം ടേബിളിൽ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. 20 hours വരെയൊക്കെ ക്ലാസ് ഉണ്ടായിട്ടുള്ള വീക്സ് ഉണ്ടായിട്ടുണ്ട്. അല്ലാത്ത പക്ഷവും ഒരു 15 to 20 hours എന്തായാലും വീക്ക്ലി ക്ലാസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം മേ ബി അവരൊന്ന് ട്വീക്ക് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കാം ഈ വർഷത്തെ ടൈം ടേബിൾ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് വ്യത്യാസം. എന്നാലും സേ ഒരു 10 to 15 or 16 hours എല്ലാ വീക്കും ഉണ്ടാവും. അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ക്ലാസ് വർക്ക്, ഹോം വർക്ക്സ് ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളൊരു ഫുൾ ടൈം ജോലി ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റഡീസിനെ കാണാൻ മനസ്സ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സോഷ്യൽ വർക്ക് കോഴ്സസ്. ഇങ്ങനത്തെ കുറേ കോഴ്സസ് ഇന്ന കോഴ്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചിട്ടുള്ള മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഞാൻ പഠിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടെ അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു സോഷ്യൽ വർക്ക് ആണെങ്കിലും മെഡിക്കൽ സെക്ടർ ആണെങ്കിലും ഒക്കെ ലാംഗ്വേജ് ഒരു ബാരിയർ ഉണ്ടാകും. ലാംഗ്വേജ് നിങ്ങൾ സ്വീഡിഷ് പഠിക്കണം. അത് ബാരിയർ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ടി വരും. അതാണ് എനിക്കിപ്പം ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം. അല്ലാത്ത പക്ഷം എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിപ്സ് ടു മാക്സിമൈസ് PhD ആഫ്റ്റർ ഗ്രാജുവേഷൻ. ഞാൻ അങ്ങനെ ഒരു PhDക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എന്നാലും എൻ്റെ ലിമിറ്റഡ് അറിവ് വെച്ചിട്ടോ എനിക്ക് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചതും വെച്ചിട്ട് അവർ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം. ഗ്രാജുവേഷൻ കഴിയുമ്പോൾ നമുക്കൊരു PhD പൊസിഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് വെച്ചാൽ നമ്മൾ ആരെ കീഴിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അങ്ങനത്തെ കുറച്ച് പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. PhD റോൾസ് ഓപ്പൺ ആകുമ്പോൾ തന്നെ അവരോട് മീറ്റ് ചെയ്തിട്ടൊക്കെ സംസാരിക്കാൻ എനിക്ക് ഇങ്ങനെ താല്പര്യമുണ്ട്. ഓൾസോ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുക, റിസർച്ച് അസിസ്റ്റന്റ് റോൾസിലേക്കൊക്കെ അപ്ലൈ ചെയ്യുക ഡ്യൂറിങ് സമ്മർ. അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു PhD എന്നുള്ളൊരു ഒരു സ്റ്റെപ്പിലേക്ക് എത്താൻ കുറച്ചും കൂടി ഈസി ആവുന്ന കുറച്ച് സ്റ്റെപ്സ് ആണ്. സോ അതൊക്കെ ചെയ്യുക. അതൊക്കെ തന്നെ എനിക്കറിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദ ഇന്റേൺഷിപ്സ് ഇൻ ലുണ്ട് യൂണിവേഴ്സിറ്റി പെയ്ഡ്? ഹൗ ടു അപ്ലൈ? ഇന്റേൺഷിപ്സ് പെയ്ഡ് അല്ല, സമ്മർ ഇന്റേൺഷിപ്സ് പെയ്ഡ് അല്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയാൽ പ്രൊഫസേഴ്സിനൊക്കെ ഇമെയിൽ ID കാണും. അവരിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രൊജക്ട്സ് എല്ലാം കാണും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ആ പ്രൊഫസർക്ക് നിങ്ങൾ എന്തുകൊണ്ട് അതിന് അപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അയക്കാം. ഞാൻ വേറെ പേഴ്സണൽ ലെറ്ററോ CV ആ വക സാധനങ്ങളൊന്നും അയച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇമെയിൽ അയച്ചു, ഇന്ന കാര്യങ്ങൾ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു, ഞാൻ സമ്മറിൽ ഇവിടെ ഉണ്ട്, സോ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് എന്നാൽ കൊള്ളാം എന്നുള്ള നിങ്ങളൊരു ഇമെയിൽ അയക്കാം.
ചിലർ റിപ്ലൈ ചെയ്യില്ല, പക്ഷേ പ്രൊഫസേഴ്സ് മിക്ക ആൾക്കാരും റിപ്ലൈ ചെയ്തു. ഞാൻ ആകെ 3-4 പ്രൊഫസേഴ്സിനെ മെയിൽ ചെയ്തിട്ടുള്ളൂ. അതിൽ എല്ലാവരും തന്നെ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. 2-3 പേര് ഇപ്പോൾ റൈറ്റ് നോ പിള്ളേർ എടുക്കണില്ല ഇന്റേൺ ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു പ്രൊഫസർ, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഫസർ അന്നേരം എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. സമ്മർ ഇന്റേൺഷിപ്പ് ഒരു 3 months ആയിരുന്നു. നല്ലതായിരുന്നു, ഒരു വേറെ എക്സ്പീരിയൻസ്. അപ്ലൈ ചെയ്തത് തന്നെയാണ്. നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നോക്കിയാലും കിട്ടുമായിരിക്കും. പക്ഷേ ലിങ്ക്ഡിനിലുള്ള സമ്മർ ഇന്റേൺഷിപ്പ് ഒന്നും എനിക്ക് റിജക്ഷൻ ആയിരുന്നു വന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല. ഈ കാറ്റഗറിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ എക്സാംസ് ആൻഡ് ക്ലാസ്സസ് കണ്ടക്റ്റഡ്? എക്സാംസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എക്സാംസ് മോസ്റ്റ്ലി 3 to 5 hours ഉള്ള എക്സാംസ് ആയിരിക്കും. ലോങ് എക്സാംസ് ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും, നമ്മൾ എവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതാം. നമുക്ക് സ്നാക്സ് കേട്ട് പോവാം. വലിയ ഹാളിലായിരിക്കും എക്സാംസ് നടക്കുക. പിന്നെന്താ പറയാനുള്ളത്? ചില എക്സാംസ് ഓപ്പൺ ബുക്ക് ആയിരിക്കും. എനിക്ക് 2 എക്സാംസ് ഓപ്പൺ ബുക്ക് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം അല്ലാതെ നമ്മൾ പഠിച്ചു പോയിട്ട് എഴുതേണ്ട എക്സാം തന്നെയായിരുന്നു. പിന്നെ 1-2 എക്സാംസ് ക്വിസ് ആയിരുന്നു. അതെ, ബാക്കിയെല്ലാം എനിക്ക് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയുള്ള വലിയ എക്സാംസ് ആയിരുന്നു. ഫുൾ എഴുതി. പക്ഷെ നാട്ടിലുള്ള പോലെ കുറേ ഇങ്ങനെ വാരി വലിച്ച് എഴുതാണ്ട് കറക്റ്റ് പോയിന്റ് എഴുതിയാൽ മാത്രം മാർക്ക് തരുന്ന പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ വെച്ചാൽ ചിലപ്പോൾ 3 വേർഡ് മതിയാവും ആ ഫുൾ ആൻസറിൽ. ആ 3 വേർഡ് മാത്രം എഴുതി വെച്ചാലും മാർക്ക് തരുന്ന പ്രൊഫസേഴ്സ് ഉണ്ട്. ആ 3 വേർഡ് ഇല്ലെങ്കിൽ മാർക്ക് തരൂല. അതാണ് അതിന്റെ ഒരു കാര്യം. ക്ലാസ്സസ് എന്തായാലും നമ്മൾ യൂണിവേഴ്സിറ്റി പോകാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് അവിടെ പോയിരിക്കുക, അറ്റൻഡ് ചെയ്യുക. അറ്റൻഡൻസ് ഒന്നുമില്ല. ചിലത് മാത്രം മാൻഡേറ്ററി സെഷൻ ആയിരിക്കും. മെയിൻലി ലാബ്സ് ഒക്കെ ചിലതുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി ആയിരിക്കും, അവിടെ തന്നെ പോയിട്ട് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് അങ്ങനെ മാൻഡേറ്ററി സെഷൻസ് ഒന്നുമില്ല. പിന്നെ ക്ലാസ്സിന്റെ കൂടെ തന്നെ നമുക്ക് അസൈൻമെന്റ്സ്, പ്രൊജക്ട്സ്, ഗ്രൂപ്പ് വർക്ക്സ്, സെമിനാർസ് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളുണ്ടാവും. ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസി എന്ന് ഞാൻ പറയുന്നില്ല. എക്സാംസ് നമ്മൾ പക്ഷെ പഠിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെയാണ്. പോവാ, എഴുതുക, വരിക, ആ രീതിയല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയെന്ന് കരുതി അത് ഈസി ആയിക്കോളണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് എന്തായാലും പാസ്സാവുന്നുള്ള ഒരു ധാരണ കിട്ടില്ല. അങ്ങനെ എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. സോ നമ്മളെ നെക്സ്റ്റ് കാറ്റഗറി ജോബ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ടൗൺസ് ഫോർ ഗെറ്റിംഗ് വർക്ക് വിത്ത് സ്പൗസ്. സോ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ടൗൺ എന്നൊക്കെ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സ്റ്റോക്ക്ഹോം, ഗോതൻബർഗ്, മാൽമോ ഒക്കെ ഇതിലും വലിയ ടൗൺസ് ആണ്. ലുണ്ടിനേക്കാൾ എത്രയോ വലിയ ടൗൺസ് ആണ്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പക്ഷെ അതേപോലെ ലിവിംഗ് കോസ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയും കുറെ കൺസ്ട്രെയിൻ ഉണ്ട്. സോ വലിയ ടൗൺസിനായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഫോർ ഗെറ്റിംഗ് എ ജോബ്. എന്ന് വെച്ചിട്ട് ലുണ്ടിൽ നിൽക്കുന്ന ആർക്കും ജോലി കിട്ടുന്നില്ല എന്നല്ല. ഇപ്പൊ ലുണ്ടിന്ന് മാൽമോയിൽ പോകാൻ ഭയങ്കര ഈസിയാണ്. കോപ്പൻഹേഗനിൽ പോകാൻ ഈസിയാണ്. കോപ്പൻഹേഗനിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ഇന്റർനാഷണൽസിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, നമ്മൾ തപ്പി നോക്കിയാൽ കിട്ടുമായിരിക്കും. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ലുണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ലിവിംഗ് കോസ്റ്റ് നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് പാർട്ട് ടൈം ജോബ് ഇൻകം ഇനഫ് ടു മീറ്റ് മന്ത്ലി എക്സ്പെൻസസ്? അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ്. നിങ്ങളൊരു പാർട്ട് ടൈമിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി 6,000 to 8,000 ക്രോൺസ് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഞാൻ പാർട്ട് ടൈമിന് പോകുന്നില്ല, പക്ഷേ എനിക്ക് അറിയുന്ന കുറച്ച് പേരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. സോ ഒരു 8,000 ഒക്കെ മതി നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഒരു 4,000 5,000 ഒക്കെ നിങ്ങളെ റെന്റ് ഉണ്ടെന്ന് വെച്ചോ. ബാക്കി ആ ഒരു പൈസ ഒരു 3,000 4,000 നിങ്ങൾക്ക് ഗ്രോസറി എല്ലാം കൂടെ മേ ബി ഒരു അഡീഷണൽ ഒരു 1,000 or 1,500 ക്രോൺസും കൂടെ വേണ്ടി വരും. എന്നാലും വലിയ പ്രശ്നമില്ലാണ്ട് ജീവിക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാർട്ടി ചെയ്യുക, പബ്ബിൽ പോവുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റേണ്ടതാണ്. പിന്നെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് വെയർ ഹൗസ് ജോബ് എങ്ങനെയുണ്ടെന്ന് അറിയോ, സാലറി ഒക്കെ, അതേപോലെ ലാംഗ്വേജ് എന്നുള്ളതാണ്. വെയർ ഹൗസ് ജോബ്സ് അവൈലബിൾ ആണ്. പക്ഷേ സാലറിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. എന്നാലും ഇവിടുത്തെ മിനിമം വേജ് 130 to 170 ഉള്ളിലാണ്. അപ്പൊ അത് കിട്ടേണ്ടതാണ്. ലാംഗ്വേജ് മേ ബി സ്വീഡിഷ് വേണ്ടി വരും. അതും എനിക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഇന്ന ജോലി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തത് അത് പറയാൻ വേണ്ടിയിട്ടാണ്. സോ അത് നിങ്ങൾ ഒന്നുകിൽ ഇവിടെ വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി ഉണ്ടാവും, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏജൻസി ഉണ്ടാവും ഇങ്ങോട്ട് വെയർ ഹൗസിലേക്കൊക്കെ ആൾക്കാരെ അയക്കുന്ന. അപ്പൊ അങ്ങനത്തെ ആരോടെങ്കിലും സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നത് എഞ്ചിനീയറിംഗ് UG അവിടെ എങ്ങനെയാണ്? പാർട്ട് ടൈം ജോബ് സ്കോപ്പ് ഉണ്ടോ? ഇംഗ്ലീഷ് മതിയാവോ? സ്വീഡനിൽ ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഉണ്ട്. പക്ഷേ ബാച്ചിലേഴ്സ് പ്രോഗ്രാമിൽ ഇംഗ്ലീഷ് ടോട്ട് കോഴ്സസ് വളരെ കുറവാണ്. ഇല്ലാന്നല്ല, വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വരാം. പക്ഷെ അപ്പൊ ആലോചിക്കേണ്ട കാര്യം, ഒരു മാസ്റ്റേഴ്സ് ചെയ്യുന്നതിനേക്കാളും ഡബിൾ ആയിരിക്കും എക്സ്പെൻസ്. പിന്നെ നിങ്ങൾ ആ ഒരു പ്രായത്തിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കാൻ നിങ്ങൾ വില്ലിങ് ആവണം, താല്പര്യം ഉണ്ടാവണം, പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ല. അതൊക്കെയാണ്. പിന്നെ പാർട്ട് ടൈം ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈം എല്ലായിടത്തും ഉണ്ട്. പാർട്ട് ടൈമും നിങ്ങളെ കോഴ്സും കൂടെ മാനേജ് ചെയ്ത് പോകാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈമിന് പോകും. എന്റെ കേസിൽ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഞാൻ വേറെ പോയിട്ടുണ്ടായില്ല. ഞാൻ പാരലലി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും വീഡിയോ എടുക്കലും എഡിറ്റിംഗും തന്നെ എൻ്റെ ഒരു വലിയൊരു എമൗണ്ട് ഓഫ് ടൈം എല്ലാ വീക്കും പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് ഞാനൊരു പാർട്ട് ടൈമിന് പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ പാർട്ട് ടൈമിന് പോയിട്ടില്ല. പക്ഷെ പാർട്ട് ടൈം അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മാത്രം മതിയെന്ന് ചോദിച്ചില്ലേ, ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം നിങ്ങളിപ്പം നോക്കുന്ന ജോലി പരമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സ്വീഡിഷ് വേണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒരു കഫേയിൽ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ അവരെന്തായാലും പറയാം ഒരു സ്വീഡിഷ് അറിയുകയാണെങ്കിൽ അത് പ്ലസ് ആണെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വീഡിഷ് വേണ്ടി വരും ഒരു പാർട്ട് ടൈമിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് യൂണിവേഴ്സിറ്റീസ് ഹാവ് ബെസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബൈ ലൊക്കേഷൻ?
KTH സ്റ്റോക്ക്ഹോമിലാണ്, ലുണ്ട് ഇവിടെ ലുണ്ട് യൂണിവേഴ്സിറ്റി ലുണ്ടിലാണ്, ചാൽമേഴ്സ് യൂണിവേഴ്സിറ്റി ഗോത്തൻബർഗ് ആണ്, ഉപ്സല യൂണിവേഴ്സിറ്റി ഉപ്സലയിലാണ്. ഇതൊക്കെയാണ് ടോപ്പ് റാങ്ക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്. നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഇതിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഇതല്ലാണ്ടും വേറെയും കുറേ റാങ്ക് കുറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നിങ്ങളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടോ എനിക്ക് വേറൊരാൾ പറഞ്ഞുകൊണ്ടോ അല്ല, ഞാൻ പറയുന്നത് എനിക്കിവിടെ വന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസസും എനിക്ക് അറിയുന്ന കാര്യങ്ങളും ഗൂഗിളിൽ ഉള്ള കാര്യങ്ങളുമാണ്. സിറ്റി സൈസ് നോക്കാം, നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് നോക്കാം, അങ്ങനത്തെ കുറേ ഫിൽറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഫൈനലൈസ് ചെയ്യാം. ഓക്കെ, ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സൈറ്റ് ക്യാൻ ഐ യൂസ് ടു സെർച്ച് ഫോർ പാർട്ട് ടൈം ജോബ്സ്? യൂണിവേഴ്സിറ്റി പോർട്ടൽ ഉണ്ടാവും, പിന്നെ ലിങ്ക്ഡിൻ ഉണ്ട്, ഇൻഡീഡ് ഉണ്ട്, പിന്നെ ബ്ലോക്കിറ്റ് ഉണ്ട്, പിന്നെ സ്റ്റുഡന്റ് കൺസൾട്ടിങ് ജോബ്സ് ഒക്കെ ഉണ്ടാവും. അത് അങ്ങനെ അടിച്ചു നോക്കിയാലും കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് കഫേയിൽ പോയിട്ട് ചോദിക്കാം. പിന്നെ ബേബി സിറ്റിംഗ്, പെറ്റ് സിറ്റിംഗ്, അങ്ങനെ കുറേ ജോലികളുണ്ട് കേട്ടോ. നമ്മളെ നെക്സ്റ്റ് കാറ്റഗറി ട്യൂഷൻ ഫീസ്, പെർമിറ്റ്സ് ആൻഡ് PR ആണ്. So, first question, semester fee gets waived after first semester if you get work permit. True ആണോ? അങ്ങനെ ചോദിച്ചാൽ യെസ്, നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ്റിന് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ വന്ന് ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോലി കിട്ടുക എന്നുള്ളത് പോസിബിൾ ആണോ? അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, എന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് പഠിക്കായിരിക്കണം. ഇപ്പം എനിക്ക് അറിയുന്ന 1-2 പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യായിരുന്നു കുറെ കാലമായിട്ട്. അപ്പോൾ അവർ ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് 2 ഇയർ ഒരു മാസ്റ്റേഴ്സ് ചെയ്തു. അപ്പോൾ അവർക്ക് ഫീസ് ഇല്ല. അതല്ലാണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ തീസിസ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബിലേക്ക് മാറേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഫുൾ ടൈം ജോബിലേക്ക് മാറാൻ പാരലി നിങ്ങൾക്ക് തീസിസ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഫീസ് അടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് PR പ്രോസസ് ഇൻ സ്വീഡൻ ആണ്. 4 വർഷം സ്വീഡനിൽ ജീവിച്ചതിന് ശേഷം നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാന്നുള്ളതാണ് എൻ്റെ അറിവ്. അതിൻ്റെ അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. ഞാൻ പിന്നെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. PR-നെ പറ്റി പ്ലസ് സ്വീഡിഷ് സിറ്റിസൺഷിപ്പിനൊക്കെ പറ്റി എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. സോ അവരോട് ചോദിച്ചിട്ട് നമുക്കതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ എനിക്ക് വന്നിട്ടുള്ള ഈ പ്രാവശ്യം വന്നിട്ട് 3-4 ക്വസ്റ്റ്യൻസ് ഉള്ളത് സ്പൗസ് വിസ ഗോട്ട് റിജക്റ്റഡ്. അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ഞാനും വണ്ടർ അടിച്ചു, അത് എന്തുകൊണ്ടായിരിക്കും സ്പൗസ് വിസ റിജക്റ്റ് ആയെന്നുള്ളത്. ഒന്നിക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പ്രൂഫ്സ് അത്ര സ്ട്രോങ് ആയിരിക്കില്ല, എന്തെങ്കിലും അവർക്ക് അൺക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. മേ ബി നിങ്ങൾ പെട്ടെന്ന് കല്യാണം കഴിച്ച ആൾക്കാരായിരിക്കും, വിസയ്ക്ക് വേണ്ടി കല്യാണം കഴിച്ചാണോ എന്നുള്ള സംശയം വന്നിട്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാനാണ് ചാൻസ്. അതിൽ കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയിട്ട്. സോ പിന്നെ RP കാർഡ് എക്സ്റ്റൻഷനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. RP കാർഡ് എക്സ്റ്റൻഷനെ പറ്റി പറയുമ്പോൾ മൈഗ്രേഷൻസ് വർക്കറ്റ് എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. ഞാൻ ഓൾറെഡി അതിൻ്റെ 1-2 സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഒരു ഫീസ് ഉണ്ട് 1500 ക്രോൺസ് വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അത് വെക്കുക, ബയോമെട്രിക്സ് കൊടുക്കുക, അത്ര തന്നെ. ബയോമെട്രിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് സ്ലോട്ട് എടുത്തിട്ട് പോയിട്ട് ബയോമെട്രിക്സ് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ RP കാർഡ് ശരിയായാൽ നിങ്ങൾക്ക് ഒരു മെയിൽ വരും, അവിടെ പോയിട്ട് കളക്ട് ചെയ്യാം. ഇവിടുത്തെ മൈഗ്രേഷൻസ് വർക്കറ്റിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ജഗർസ്ട്രോ എന്ന് പറയും, മാൽമോയ്ക്ക് അടുത്ത്. അപ്പം അവിടെയാണ് ഞാനൊക്കെ പോയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലാണ്ട് മാൽമോയിൽ തന്നെ വേറൊരെണ്ണം ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് സ്ഥലം വേണമെങ്കിലും ചൂസ് ചെയ്യാം ആ ഒരു വെബ്സൈറ്റിൽ. ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, പ്രൂഫ് ഓഫ് സ്റ്റഡി വേണം. പ്രൂഫ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിന് പറയാം, നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ ഓഫ് റിസൾട്ട്സ് ഇല്ലേ, NSR, അത് വേണം. പിന്നെ പാസ്പോർട്ടിന്റെ ഒരു സ്കാൻഡ് കോപ്പി വേണം, ബയോമെട്രിക് അപ്പോയിന്റ്മെന്റ് വേണം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഓൾസോ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള പൈസ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു പ്രൂഫ് വേണം. അല്ല, നിങ്ങൾ അക്കൗണ്ടിൽ പൈസ വേണം, അതിന്റെ ഒരു പ്രൂഫ്, അതാണല്ലോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കണം കേട്ടോ. അടുത്തത് ചോദിച്ചത്, ഈസ് എക്സ്റ്റൻഷൻ ഈസി, ഹൗ ലോങ് ഫോർ ബയോമെട്രിക്സ് ആൻഡ് RP കാർഡ്? ഇറ്റ് ടേക്സ് ടൈം. ഇവിടെ എസ്പെഷ്യലി സമ്മറിലൊക്കെ ആകുമ്പോൾ എല്ലാവരും വെക്കേഷനിലാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. പക്ഷേ ഒരു യൂഷ്വൽ കേസിൽ അവർ പറയുന്നത് 3 to 4 വീക്സിൻ്റെ ഉള്ളിൽ ബയോമെട്രിക്സിൻ്റെ കാര്യങ്ങളും എല്ലാം നടക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നടന്നിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ ഒന്നും കേസിൽ എനിക്ക് അങ്ങനെ നടന്നിട്ടില്ല. ഇപ്പം ഞാൻ എക്സ്റ്റൻഷന് വെച്ചത് ജൂലൈയിൽ ഞാൻ എക്സ്റ്റൻഷന് വെച്ചു. ജൂണിൽ ഞാൻ എക്സ്റ്റൻഷന് വെച്ചു. അപ്പം ജൂലൈ ഓഗസ്റ്റ് മോസ്റ്റ്ലി അവർക്ക് സമ്മർ ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ ഒരു ഓഗസ്റ്റ് 15 ശേഷം ഞാൻ എന്തെങ്കിലും ഒരു റിപ്ലൈ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത കാറ്റഗറി ഫൈനാൻസ് ആൻഡ് ലിവിംഗ് ആണ്. സോ ഫസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈസ് സ്വീഡൻ ഗുഡ് ഫോർ സേവിംഗ്? വാട്ട് അബൌട്ട് IT സെക്ടർ ജോബ്സ് പ്ലസ് റിസർച്ച്? സാലറീസ് ആർ ഡീസെന്റ്. സാലറീസ് ഒരു മിനിമം സാലറി ഇത്ര എന്നുള്ള രീതിയിൽ കിട്ടണം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് വേണമെങ്കിൽ. പക്ഷെ ഇവിടെ ടാക്സ് ഉണ്ട്. അപ്പം എത്രത്തോളം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലൈഫ് സ്റ്റൈൽ. ഇപ്പം നിങ്ങൾ 2 പേരുണ്ട്, നിങ്ങൾ കപ്പിളായിട്ടാണ് നിൽക്കുന്നത്, നിങ്ങൾ 2 പേരും ഏൺ ചെയ്യുന്നുണ്ട് വെച്ചാൽ സേവ് ചെയ്യാനൊക്കെ ഉള്ളതുണ്ടാവും. അതല്ല ഇപ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരാളെ ഏൺ ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ അത്ര എളുപ്പമായിരിക്കില്ല സേവിങ്സ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ ബാച്ചിലർ ആയിട്ടാണ് നിൽക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ വൺസ് നിങ്ങളൊരു ജോലി സ്റ്റാർട്ട് ചെയ്താൽ, ഇപ്പം ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്കൊരു സ്റ്റുഡൻറ് അക്കോമഡേഷൻ ഉണ്ട്. പക്ഷെ അല്ലാണ്ട് നമ്മളൊരു ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു റെന്റിനൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 8,000 to 12,000 13,000 വരെയൊക്കെ പോവാം. ഇപ്പം ഞാൻ കൊടുക്കുന്നത് അറൌണ്ട് 4,500 ആണ്. അപ്പം അത് ഡബിൾ ആവുകയാണ്. ബാക്കിയൊന്നും അങ്ങനെ ഡബിൾ ആവാനില്ല, പക്ഷെ അതൊരു വലിയൊരു ജമ്പ് വരും.
അപ്പം അങ്ങനെ പിന്നെ നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള കുറെ ആവശ്യങ്ങൾ വരും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ സേവിങ്സിന്റെ കാര്യം നിങ്ങൾ നോക്കുക, നിങ്ങളൊരു ടാക്സ് എത്ര പേ ചെയ്യേണ്ടി വരും, നിങ്ങൾ ഏത് ബാറിലാണ് വരിക, എത്രയാണ് നിങ്ങളെ പേയ്മെന്റിൽ എത്രയാണ് നിങ്ങളെ സാലറി എന്നൊക്കെ നോക്കിയിട്ട് എത്ര നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും എന്നൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റുമെന്ന്. ഹൗ ഇസ് ജോബ് മാർക്കറ്റ് ആഫ്റ്റർ മാസ്റ്റേഴ്സ്, ഹൈ പെയ്ഡ് ജോബ്സ്? ഓക്കെ, ഇതിനെപ്പറ്റി എനിക്ക് 10 പറയാനുണ്ട്. ജോബ് മാർക്കറ്റ് ഇപ്പം ഭയങ്കര ഡൗൺ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ട്രൂ. പക്ഷേ ജോബ് മാർക്കറ്റ് എപ്പോഴാണ് ഡൗൺ ആവുക, എപ്പോഴാണ് അപ്പ് ആവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, റിജക്ഷൻസ് കിട്ടുക, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, റിജക്ഷൻസ് കിട്ടുക. കറക്റ്റ് ടൈം ആവുമ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോലി ഉണ്ടാവും, അത് നമുക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഒരുപാട് അങ്ങനെ ജോബ്സിന് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ബട്ട് ഇവിടുത്തെ കഴിഞ്ഞ വർഷം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇപ്പോഴും ജോബ് ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അവർ ചെയ്യുന്നത്, ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് PhD പൊസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പം അറിഞ്ഞൂടാ. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ ജോബ് മാർക്കറ്റിന്റെ കാര്യം. ചിലർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നുണ്ട്, ചിലർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ചിലർ തിരിച്ചു പോകുന്നുണ്ട്. സോ നോക്കാം നമുക്ക്. ഇനി ഇവിടുത്തെ കുറച്ച് ലോക്കൽ ലൈഫ് ആൻഡ് ലാംഗ്വേജിനെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്ത് ലാംഗ്വേജ് ആണ് ഇവിടെ കുറച്ചും കൂടെ ക്ലാസ്സുകൾ എടുക്കുന്നത്? സ്വീഡിഷ് ആണോ? സ്വീഡിഷ് അല്ല, ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ്സസ് ഒക്കെ എടുക്കുക. അപ്പൊ നിങ്ങൾ സ്വീഡിഷ് ടോട്ട് കോഴ്സ് അല്ല എടുത്ത് വെച്ചാൽ ഇംഗ്ലീഷിൽ തന്നെയാണ് കേട്ടോ ക്ലാസ് എടുക്കുക, അത് പേടിക്കണ്ട. ബിഗസ്റ്റ് കൾച്ചറൽ ഷോക്ക് ഇൻ സ്വീഡൻ? എനിക്ക് അങ്ങനെ വലിയ കൾച്ചറൽ ഷോക്ക് ഒന്നും ഉണ്ടായില്ല, കാരണം നമ്മൾ കുറച്ചും കൂടി ഈ നെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് യൂസ്ഡ് ആണല്ലോ യൂറോപ്യൻ കൾച്ചറും ഒക്കെ ആയിട്ട് വ്ളോഗ്സ് ഒക്കെ നമ്മൾ പലരെയും കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കൾച്ചറൽ ഷോക്ക് ഒന്നും ഉണ്ടായില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോഴും കാണുമ്പോൾ ഒരു വണ്ടർ ഫീൽ ചെയ്യാറുള്ളത്, ഇവരിപ്പം ബസ്സിൽ കയറാൻ പോലും ഇവർ ക്യൂ നിൽക്കുന്നത് കാണുമ്പോഴാണ്. വന്നപ്പം ഓക്കെ നമ്മളും അങ്ങനെ ക്യൂ നിൽക്കും, ഇപ്പോഴും നമ്മൾ ക്യൂ നിൽക്കൂട്ടോ, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ അവരെന്താണെങ്കിലും അത് ക്യൂ ഒക്കെ നിന്ന് അങ്ങനെ മെല്ലെ അവർ ബസ്സിലൊക്കെ കയറുള്ളൂ. അത് നമുക്ക് കുറച്ച്, നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ ബസ്സിന് ഓടിപ്പോയി കയറി ഇടിച്ചു കയറി ഉള്ള ശീലല്ലേ, ഇവിടെ അതില്ല. അപ്പൊ അതാണ് ഒരു വ്യത്യാസം. ഇനി എനിക്ക് വന്നിട്ടുള്ള കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഏരിയ ആർ യു സ്റ്റേയിങ് ഇൻ ലുണ്ട്? ഞാൻ ക്യാമ്പസിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. നോറ ഫലാദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഇത് ഇവിടെയാണ് ഡെൽഫിൻ എന്ന് പറയും. ഇവിടെയാണ് പിള്ളേരെ സ്റ്റുഡന്റ് അക്കോമഡേഷൻ ആണ് ഡെൽഫിൻ. അപ്പൊ അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. വാട്ട് ഡു യു മിസ് മോസ്റ്റ് ഫ്രം ഹോം? ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്യണത് ഒരു പണി എടുക്കാണ്ട് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയാണ് ഞാൻ മിസ് ചെയ്യുന്നത്. ഒന്നും ചെയ്യേണ്ടായിരുന്നു, ഫുഡ് കിട്ടിക്കോളായിരുന്നു. അന്ന് അതിന് വില ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് അതിന് നല്ല വിലയുണ്ട്. അപ്പൊ അതാണ് ഞാൻ മെയിൻലി മിസ് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞൂസിനെ മിസ് ചെയ്യുന്നുണ്ട്, പാരന്റ്സിനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ പാരന്റ്സിനെ ഞാൻ പിന്നും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ വെച്ചാൽ വിളിക്കാൻ എനിക്കുള്ള ഓപ്ഷൻ ഉണ്ട്. കുഞ്ഞൂസ് അനിയത്തി ഇപ്പം അവള് ഹോസ്റ്റലിലായതുകൊണ്ട് അവൾക്ക് ഫോണില്ല, അപ്പൊ അതുകൊണ്ട് അവളെ വിളിക്കലൊക്കെ ഭയങ്കര പണിയാണ്. അപ്പൊ അതൊരു വല്ലാത്തൊരു ഇതാണ്. സോ അതാണത്. ഇനി കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ആർ യു സ്റ്റേയിങ് ബാക്ക് ഇൻ സ്വീഡൻ? ഇത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ ഫ്യൂച്ചർ പ്ലാൻ ആസ് ഓഫ് നൗ ഞാൻ അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നും വെച്ചിട്ടില്ല. റൈറ്റ് നൗ ഞാനൊരു ഡിസംബർ വരെ ജോബ് ഹണ്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. അത് എന്താന്ന് വെച്ചാൽ എനിക്ക് ടെക്നിക്കലി എനിക്ക് കുറച്ച് കാലം കൂടെ ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഡിസംബർ വരെ ഇവിടെ നിൽക്കാന്നുള്ള രീതിയിലാണ്. എനിക്കറിയില്ല. പിന്നെ ഡിസംബർ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ഒരു ഫുൾ സ്റ്റോറി ഞാൻ പറയാം. സോ യെസ്, അപ്പം റൈറ്റ് നൗ ഞാൻ അങ്ങനെ പ്ലാൻസ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ജോബ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, തീസസിന്റെ കാര്യങ്ങളുടെ കൂടെ തന്നെ ജോബ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അറിയില്ല, ഇവരെല്ലാവരും പറയുന്ന ഒരു 7 to 8 months എന്തായാലും ഇപ്പൊ ഒരു ജോലി കിട്ടാൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിസംബറിനുള്ളിൽ ജോലി കിട്ടാന്ന് പറയുന്നത് കുറച്ച് പാടാണ്. പക്ഷെ എന്നാലും എന്നൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. റിജക്ഷൻസ് ആണെങ്കിൽ റിജക്ഷൻസ് കിട്ടട്ടെ. സെയിം, ആർ യു പ്ലാനിങ് ടു സെറ്റിൽ ഹിയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോട്ട് ഫുള്ളി ഡിസൈഡഡ്. എനിക്ക് അങ്ങനെ ഇവിടെ സെറ്റിൽ ചെയ്യണം എന്നുള്ള പ്ലാനും ഇല്ല. അപ്പം ഞാൻ എന്തായാലും ഞാനും അവനും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കണം എന്നുള്ള പ്ലാനേ ഉള്ളൂ. അപ്പൊ അവന്റെ ജോലിയും എന്റെ ജോലിയും ഒക്കെ നോക്കണം. എനിക്കിപ്പോ ജോലിയില്ല, എനിക്ക് ജോലി കിട്ടിയിട്ട് എന്റെ ജോലി എവിടെയാന്നുള്ളത് നോക്കണം. അങ്ങനത്തെ കുറച്ച് കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാത്തത്. ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും, അറിയാൻ പറ്റുമായിരിക്കും, നോക്കാം. പ്ലാൻസ് ഫോർ നെക്സ്റ്റ് 5 to 10 years. എനിക്ക് അടുത്ത 6 മാസത്തേക്ക് എന്ത് വേണമെന്ന് പോലും എനിക്ക് ധാരണയില്ല. അപ്പൊ എന്നോടാണോ 5-10 കൊല്ലത്തെ കാര്യം പറയുന്നത്? എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് ഒരു ബേസ് കണ്ടുപിടിക്കണം. നമ്മൾ രണ്ടുപേരും കൂടെ എവിടെയാണ് നിൽക്കണേ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തണം. അപ്പൊ അവനാണെങ്കിലും ഇവിടേക്ക് വരിക, അങ്ങോട്ട് തിരിച്ചു പോവാ, ഇങ്ങോട്ട് വരിക, തിരിച്ചു പോവാ, ഈ കളിയാണ്. ഇപ്പൊ അവൻ ഇവിടെ ഇല്ല, അവൻ കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ദുബായിൽ പോയേക്കാണ്. ഇനിയിപ്പോ ഒരു ഓഗസ്റ്റ് മിഡേക്ക് ആകുമ്പോഴത്തേക്ക് പിന്നും വരും. അങ്ങനെ ആ ഒരു ഷട്ടിൽ സർവീസ് നിർത്തണം എന്നുണ്ട്. പിന്നെന്താ, ഒരു വീടോ എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കണമെന്നുണ്ട്. അങ്ങനെ കുഞ്ഞാണെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് കോണ്ടന്റ് ക്രിയേഷൻ മാനേജ് ചെയ്യുന്നത്? ഞാൻ അധികം ഫിലിം ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ബാച്ചായിട്ട് ഫിലിം ചെയ്ത് വെക്കും. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ സിറ്റ് ഡൗൺ വീഡിയോസ് എടുക്കുന്നത് വളരെ റയറാണ്, വല്ലപ്പോഴാണ് ഞാൻ എടുക്കാറ്. നാട്ടിലുള്ള സമയത്ത് ഞാൻ ഇങ്ങനത്തെ കുറേ വീഡിയോസ് എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കൂടുതലും ഞാൻ ലൈഫ് സ്റ്റൈൽ പോലെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് വ്ളോഗ്സ് ആണല്ലോ എടുക്കുന്നത്. അപ്പം
ഓൺ ദ ഗോൽ അങ്ങ് എടുക്കും. പിന്നെ ടൈം കിട്ടുമ്പം എഡിറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ട്യൂസ്ഡേയ്സും തേഴ്സ്ഡേയ്സും ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 hours വെച്ചിട്ടുണ്ട്. ചില ദിവസം ഞാൻ ചെയ്യാറില്ല, എനിക്ക് മൂഡില്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. ഞാൻ അങ്ങനെ എന്നെ പുഷ് ചെയ്യാറില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. ഒരു പാഷനാണല്ലോ, നമുക്ക് പിന്നെ ഇതിനോടൊരു വെറുപ്പ് തോന്നാൻ പാടില്ല. എനിക്ക് എപ്പോഴാണോ സമയം തോന്നുന്നത് അപ്പം ഞാൻ ചെയ്യും. പണ്ടൊക്കെ ഞാൻ കുറച്ചും കൂടെ എന്നെ പുഷ് ചെയ്യായിരുന്നു, ഈ ദിവസം ഇടണം, ആ ദിവസം ഇടണം, ഈ ദിവസം ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ അങ്ങനെയും ചെയ്യാറില്ല. എപ്പോഴാണോ എൻ്റെ കയ്യിൽ വീഡിയോ ഉള്ളത് അപ്പം ഞാൻ ഇടും, എപ്പോഴാണോ എൻ്റെ കയ്യിൽ വീഡിയോ ഇല്ലാത്തത് അപ്പം ഞാൻ ഇടില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ പ്ലസ് സ്റ്റഡീസ് ഞാൻ കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.